പത്തനംതിട്ടയിൽ കാഴ്ച പരിമിതിയുള്ളയാൾ റോഡിലെ കുഴിയിൽ വീണു. കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത്. 4 ദിവസമായിട്ടും കുഴി അടയ്ക്കാൻ വൈകുന്നതാണ് അപകടത്തിന് ഇടയായത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നത്. ശ്രീരാജ്, ആ കാഴ്ച ഏറെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ഒരാൾ അത്തരത്തിൽ കാഴ്ച പരിമിതിയുള്ള ആൾ ആ കുഴിയിലേക്ക് വീഴുന്നു എന്നുള്ളത്. ഇതിൽ എന്ത് തരത്തിലുള്ള ഒരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്? നാട്ടുകാരെന്താണ് പറയുന്നത്? സ്വാതി, കഴിഞ്ഞ 4 ദിവസമായി പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡിലെ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു കിടക്കുന്നു. പക്ഷേ ഇതുവരെയും അതിന് ഒരു പരിഹാരം കാണാനായിട്ടില്ല. നാട്ടുകാർ പൈപ്പ് പൊട്ടി ആ റോഡ് തകർന്ന ആ ദിവസം മുതൽ തന്നെ അതടയ്ക്കണം, അപകട ഭീഷണിയുണ്ട്, അപകടം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അടയ്ക്കാൻ ഇവർ തയ്യാറായില്ല. ആ കുഴിയിലേക്കാണ് കാഴ്ച പരിമിതിയുള്ള വ്യക്തി വീണ് അപകടം സംഭവിച്ചത്. അയാൾക്ക് ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ആ കുഴി അടയ്ക്കാത്തത് ഇപ്പോഴും വലിയ അപകട സാധ്യത നിലനിൽക്കുകയാണ്. ആ കുഴിയിലെ മണ്ണിടിഞ്ഞ് റോഡിന്റെ അടിഭാഗം പൊള്ളയായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും ആ പരിസരത്തെ നാട്ടുകാരും യാത്രക്കാരും വ്യാപാരികളും ഉൾപ്പെടെ പറയുന്നുണ്ട്. അടിയന്തരമായി ആ കുഴി അടയ്ക്കണം, ഇല്ല എങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത്. സ്വാതി. ശരി ശ്രീരാജ്.